മോസ്റ്റ് വെൽക്കം ടു ദി മോസ്റ്റ് വണ്ടഡ്. ഇന്ന് നമ്മൾ വിഷയീഭവിപ്പിക്കുന്നത് അടുത്ത ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പും അതിൻ്റെ ഫലവുമാണ്. ഇടതുമുന്നണിയും വലതുമുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും അത്യാവശ്യം സന്തുഷ്ടരായി കഴിയുകയാണ്. പക്ഷേ അസ്വസ്ഥതയും അസഹിഷ്ണുതയും പൊന്തി വരുന്നത് BJP-യിലാണ്. ജയിക്കാൻ സാധ്യതയുള്ള പാർട്ടി എന്നുള്ള ഒരു സ്ഥാനം അസ്ഥാനത്താക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് BJP-യെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി BJP-യിൽ തമ്മിലടി തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതും നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്. അതിനകത്ത് ശ്രീകൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെ ഒരു പക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ഏകപക്ഷീയമായി പോയി എന്നുള്ള വിമർശനം പൊതുവെ രംഗത്ത് വന്നു. ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ മറ്റു പേരുകൾ കൂടി പരിഗണിച്ചിരുന്നു. എന്നാൽ അവസാനം ശ്രീകൃഷ്ണകുമാറിൽ എത്തിച്ചേർന്നത് സുരേന്ദ്രപക്ഷത്തിൻ്റെ പിടിവാശി മൂലമാണ് എന്ന് എല്ലാവർക്കും പരക്കെ അറിയപ്പെടുന്ന ഒരു വസ്തുതയാണ്. അങ്ങനെ കൃഷ്ണകുമാർ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നാൽ മറ്റൊരു ആപത്തുകൂടി സുരേന്ദ്രൻ മുന്നിൽ കണ്ടു. മറ്റൊന്നുമല്ല, തൻ്റെ സ്ഥാനം തെറിച്ച് അവിടെ അവരോധിക്കപ്പെടാൻ ഒരുപക്ഷെ ശ്രീ കൃഷ്ണകുമാർ എലവേറ്റ് ചെയ്യപ്പെട്ടേക്കും എന്ന സ്വാഭാവികമായ ഭയം സുരേന്ദ്ര പക്ഷത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേതൃപദവി അധ്യക്ഷസ്ഥാനം ഒഴിയാനുള്ള രാജിസന്നദ്ധത പ്രകടിപ്പിച്ചതായും പറയപ്പെടുന്നു. അങ്ങനെയും റിപ്പോർട്ടുകളുണ്ടായി. ഈ സാഹചര്യത്തിലാണ് നാളെ എക്സിക്യൂട്ടീവ് BJP-യുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ചേരാൻ പോകുന്നത്. ഇതിനു മുമ്പും തെറ്റുതിരുത്തൽ വളരെ പെട്ടെന്ന് നടപ്പാക്കുന്ന, അപ്പോൾ തന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് BJP-യിൽ ഉള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ അധ്യക്ഷ സ്ഥാനങ്ങളിൽ ഇരുന്ന കുമ്മനം രാജശേഖരനെയും PS ശ്രീധരൻപിള്ളയെയും ഗവർണർമാരാക്കി ആൻഡമാൻ നിക്കോബാറിലേക്ക് അയക്കുന്ന അവസ്ഥയാണുണ്ടായത്. അവരെയൊക്കെ ഗവർണറാക്കിയെങ്കിൽ സുരേന്ദ്രൻ ഒഴിയുമ്പോൾ ഗവർണറാക്കാൻ കഴിയില്ല. ഏതെങ്കിലും ബോർഡിൻ്റെ ചെയർമാനോ ഡയറക്ടർ ബോർഡ് മെമ്പറോ അങ്ങനെയാക്കി സുരേന്ദ്രനെ തൽക്കാലം ഒതുക്കി നിർത്താൻ ആവും എന്നാണ് BJP രാഷ്ട്രീയത്തിൽ നോക്കിക്കാണുന്ന വിജ്ഞാന കുതുകികൾ കാണുന്നത് എന്ന് പറയാം.